ഭക്ഷണം നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ്, നിങ്ങൾക്ക് ഇഷ്ടമല്ല നിങ്ങൾക്ക് കഴിക്കാം. പക്ഷേ ഞാനെന്ന് പറയാൻ പോകുന്നത് ഇന്നത്തെ ഡയറ്റിനെ കുറിച്ച് ഉള്ള ഏറ്റവും അബദ്ധപരമായിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. അതായത് ചിക്കൻ അല്ലെങ്കിൽ മീറ്റ്, ഫിഷ്, മുട്ട ഇതൊക്കെ മാത്രം കഴിച്ചുകൊണ്ട് ഡയറ്റ് ചെയ്യണം, കാർണിവൽ ഡയറ്റ്. ഇതിന് ഒരു ഓതറൈസ്ഡ് ആയിട്ടുള്ള സ്റ്റഡി ഇല്ല, പിന്നെ ഒരു ഓതറൈസ്ഡ് ആയിട്ടുള്ള പഠന റിപ്പോർട്ടും ഇല്ല. നിങ്ങൾ എപ്പോഴും ഡയറ്റ് ചെയ്യുമ്പോൾ ബാലൻസ് ഡയറ്റ് ചെയ്യണം. ഈ കാർണിവൽ ഡയറ്റിൻ്റെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ കോളോ ക്യാൻസർ വരാൻ നിങ്ങൾക്ക് ചാൻസ് ഉണ്ട്. നിങ്ങളെ കിഡ്നിനെ, ലിവറിനെ, ബോണിനെ ഒക്കെ അത് ബാധിക്കും. ലോങ് ടൈം ആയിട്ട് ഇത് പറ്റില്ല. വെജിറ്റബിൾ, ഫ്രൂട്ട്സ്, അതേപോലെ കാർബോഹൈഡ്രേറ്റും മിക്സ് ചെയ്തിട്ടായിരിക്കണം നിങ്ങളുടെ ഫുഡ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ പണി കിട്ടും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ബ്ലൂ സോൺ പീപ്പിളിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ജപ്പാൻ, ഇറ്റലി, അങ്ങനെ US ഒരു 5 രാജ്യങ്ങളിൽ ഉള്ള കുറച്ച് ആളുകളെയാണ് ഈ ബ്ലൂ സോൺ പീപ്പിൾ എന്ന് പറയുക. അതായത് ഹെൽത്തി പരമായിട്ട് ബാലൻസ് ഡയറ്റ് ചെയ്യുന്ന ആളുകൾ. ഇവരാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആയുസ്സും ആരോഗ്യത്തോടു കൂടിയും ജീവിക്കുന്നത്. ഇവരൊക്കെ ഈ പറഞ്ഞ ബാലൻസ് ഡയറ്റാണ് കഴിക്കുന്നത്. അപ്പോൾ ഭക്ഷണം നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ്, നിങ്ങൾക്ക് ഇഷ്ടമല്ല നിങ്ങൾക്ക് കഴിക്കാം. പക്ഷേ ഞാൻ എൻ്റെ ക്ലയൻസിനോടും എൻ്റെ ഫോളോവേഴ്സിനോടും ഇതേ പറയുള്ളൂ, നിങ്ങൾ ബാലൻസ് ഡയറ്റ് കഴിച്ചിരിക്കുന്നതാണ് നല്ലത് എന്നുള്ളത്. മറ്റുള്ളവർ അവരുടെ രീതിയിൽ അവർക്ക് ഫോളോ ചെയ്യാം, നോ പ്രോബ്ലം. പക്ഷേ പറയാനുള്ളത് നമ്മൾ പറഞ്ഞിരിക്കണമല്ലോ. പിന്നെ അവർ പറയുന്ന കാര്യം, പണ്ടത്തെ ആളുകൾ കഴിച്ചിട്ട് ഹണ്ട് ചെയ്തിട്ട് മീറ്റ് മാത്രമേ കഴിച്ചു, ഒരിക്കലും ശരിയല്ല. നിങ്ങൾക്ക് എവിടെയും അങ്ങനെ ഒരു സ്റ്റഡി കാണില്ല. പണ്ടത്തെ ആൾക്കാർ ഇപ്പോൾ ഹോമോസാപ്പിയൻസ് മുതൽ നമ്മൾ ശാസ്ത്രീയപരമായിട്ട് നോക്കുകയാണെങ്കിൽ അവർ വരെ കാട്ടിലെ പഴങ്ങളും പച്ചക്കറികളും ഇലവർഗ്ഗങ്ങളും കിഴങ്ങ് വർഗ്ഗങ്ങളും പിന്നെ ഹണ്ട് ചെയ്തിട്ടുള്ള മീറ്റും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്യാം. മാക്സിമം ഇതേപോലെ ഡയറ്റ് ചെയ്യണവർക്കും ഈ വീഡിയോ നിങ്ങൾ എന്തായാലും ഷെയർ ചെയ്ത് കൊടുക്കുക. ദിസ് ഈസ് താങ്ക് യു ജഗാസ്.